ആൻഡ് ആലീസ് ശരിക്കും നമ്മുടെ സമൂഹമാണ്. സമൂഹത്തിൽ ഇപ്പോഴുള്ള സമൂഹത്തിൽ, മുമ്പൊക്കെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, പക്ഷേ ഇപ്പോഴുള്ള സമൂഹത്തിൽ ഒരു ഒരു കൈൻഡ് ഓഫ് ഫേക്ക് പ്രണയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണത്. അതുകൊണ്ട് എനിക്ക് എടുത്തു പറയാനാകും, ഇപ്പോഴുള്ള സമൂഹത്തിൻ്റെ കൃത്യം ഒരു 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 പിക്ചറൈസേഷനാണ് ശരിക്കും ജെയിംസ് ആൻഡ് ആലീസ്. ഇപ്പോഴുള്ള സമൂഹം എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ പ്രോബ്ലമല്ല, പക്ഷേ അവരനുഭവിക്കുന്ന തിരക്കുകളുടെ പ്രോബ്ലമാണ്, അവരെൻഗേജ്ഡ് ആയിരിക്കുന്ന ചില വിഷയങ്ങളുടെ പ്രോബ്ലമാണ്. ചിലപ്പോൾ എല്ലാവരും കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് ചിന്തിക്കാനോ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതുപോലെ പെരുമാറാനോ രണ്ടുപേരും തമ്മിൽ പരസ്പരം സംസാരിക്കാനൊക്കെ പറ്റുമായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി നല്ല പ്രണയമുണ്ടായേനെ. പ്രണയം ഇൻ സെൻസ്, ഞാൻ ഈ പ്രണയം പറയുന്നത് ഒരു ആണും പെണ്ണും തമ്മിലുള്ള പ്രണയമല്ല, പകരം എല്ലാത്തിലും. ഇപ്പോൾ നമുക്ക് ചില കലകളോട് ഭയങ്കര പ്രണയം തോന്നാം, ചില വ്യക്തികളോട് അല്ലെങ്കിൽ ചില സംഭവങ്ങളോട്, ചിലപ്പോൾ നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും നമ്മുടെ തന്നെ പ്രവൃത്തികളോട് ഒക്കെ പ്രണയം തോന്നാം. അതൊക്കെ ആ ഒരു കോൺസെൻട്രേഷൻ, അതാണ് എൻ്റെ കുറച്ചുകൂടി നല്ല വാക്കുന്നത്. കോൺസെൻട്രേഷൻ ശരിക്കും നഷ്ടപ്പെടുന്നൊരു അവസരത്തിലാണ് ഇപ്പോഴത്തെ സമൂഹം ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഇപ്പോഴത്തെ, ഇതിൽ നിന്നൊക്കെ വിട്ടിട്ട് പറഞ്ഞിട്ട് അത് തന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു, ഇവിടെ ഡൽഹിയിലായാലും ഇവിടെ ആയാലും പെരുമ്പാവൂരായാലും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളായാലും ഒക്കെ ഉള്ള ഒരു അത്തരം ക്രൂരതകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും അത്തരം ഒരു രീതികളായിരിക്കും. ആരും റിലാക്സ്ഡ് അല്ല, ഒട്ടും റിലാക്സ്ഡ് അല്ല, ആരും ആരെക്കുറിച്ചും ബോധേഡല്ല, ഒരു സെൽഫ് സെൻറ്റേർഡായിട്ട് മാത്രം ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സത്യം പറയട്ടെ, എനിക്കിപ്പോഴും സംവിധാനം എന്തെന്ന് അറിയില്ല. ഒരു സിനിമ സംവിധായകൻ അല്ലെങ്കിൽ ഒരു ഫിലിം ബൈ സുജിത് വാസുദേവ് അല്ലെങ്കിൽ സംവിധാനം സുജിത് വാസുദേവ് എന്ന് എഴുതി കാണിക്കുന്നതാണ് സംവിധാനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊസിഷനാണ് സംവിധാനം ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം സംവിധാനം, ഒരു സിനിമ ഒരാൾക്ക് ഒറ്റയ്ക്ക് സംവിധാനം ചെയ്യാൻ പറ്റില്ല. ഇൻ സെൻസ്, ഒരു ലീഡ് ചെയ്യാനും ഇന്നത് തീരുമാനിക്കാനും ഒരാൾ വേണം എന്നുള്ള ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളിലും എല്ലാവരുടെ അഭിപ്രായം ഉണ്ടാവും. അതിൽ വളരെ നല്ല അഭിപ്രായങ്ങളുണ്ടാവും, വളരെ മോശം അഭിപ്രായം ഉണ്ടാവും. ഇത് ക്രോഡീകരിക്കപ്പെടുന്നൊരവസ്ഥയുണ്ട്. അതൊരു കൂട്ടായ്മയാണ്. എനിക്ക് അങ്ങനെയുള്ള കൂട്ടായ്മകളിൽ വർക്ക് ചെയ്യാനാണ് എപ്പോഴും താല്പര്യമുള്ളത്. ഞാൻ സിനിമാറ്റോഗ്രാഫിയും എൻ്റെ സംവിധാനവും എനിക്ക് തോന്നുന്നില്ല എനിക്ക് വേർതിരിച്ച് നിർത്താൻ പറ്റുന്നു. കാരണം ഞാനൊരു സിനിമാറ്റോഗ്രാഫി എന്ന സിനിമയിലായാലും ഞാൻ ഇതേ ആറ്റിറ്റ്യൂഡാണ്. എനിക്ക് ആ സിനിമയോട് എനിക്ക് ഇതേ ഇഷ്ടമാണ്, എനിക്ക് ഇതേ പ്രണയമാണ്. ആ സ്ക്രിപ്റ്റിനോടും ആ വാക്കുകളോടും ആ ക്യാരക്ടേഴ്സിനോടൊക്കെ എനിക്ക് ഇതേ പ്രണയമാണ് ഉണ്ടാവുക. ഞാൻ അത്രയും ഇൻവോൾവ് ആയിരിക്കും അതിനകത്ത്. ഇപ്പോൾ ഒരു സിനിമാറ്റോഗ്രാഫി ചെയ്യുന്ന സിനിമ വേറെ ആൾ ഡയറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അത് അയാളുടെ സിനിമയല്ലേ, ഞാനെന്തിനാണ് മെനക്കെടുന്നത്, അത് ഞാൻ മാറിയിരിക്കാറേ ഇല്ല. അതിനകത്ത് എനിക്ക് എന്തൊക്കെ അഭിപ്രായങ്ങളുണ്ടോ സിനിമ റിലീസാകുന്നതിന് അല്ലെങ്കിൽ ആ ഷൂട്ട് ചെയ്യപ്പെടുന്നതിന് മുന്നേ എൻ്റെ അഭിപ്രായങ്ങൾ മുഴുവൻ പറയും. കാര്യം നമ്മൾ പുറത്ത് അഭിപ്രായം എന്ത് പറയുന്നു എന്നുള്ളത് ബാധകമേ അല്ല, എന്താണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന സിനിമ എന്നുള്ളത് മാത്രമേ ബാധകമുള്ളൂ. അതിനു മുമ്പ് നമുക്ക് എന്തൊക്കെ സാധിക്കാൻ പറ്റും, എന്തൊക്കെ തിരുത്തലുകൾ പറ്റുമോ നമുക്കതൊക്കെ ചെയ്തിട്ട് വേണം, അതൊക്കെ പോളിഷ് ചെയ്ത് അതൊക്കെ മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് സിനിമ ആൾക്കാരുടെ മുന്നിലേക്ക് ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കഥ എന്ന് പറഞ്ഞൊരു സംവിധായകൻ മുന്നോട്ട് വയ്ക്കാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ച് കേട്ടോ, ബാക്കിയുള്ള അവരെന്ത് ആലോചിക്കുന്നു, അവരെന്ത് വിചാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരിനി എന്ത് വിചാരിക്കുന്നു ഒന്നും ഞാൻ ബോധമല്ല. പക്ഷേ അതുപോലുള്ള നല്ല സംവിധായകരുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയെന്നൊരു ഭാഗ്യമാണ് കേട്ടോ. അത്രയും ഈഗോസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരോട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെ ഒരു ഭാഗ്യമാണ്, എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. കാര്യം വൺസ് നമ്മളൊരു സജഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് മിണ്ടണ്ട ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വോയിസ് ഇല്ല. പകരം അവർ നമ്മളിങ്ങനെ ചേർത്ത് കൂടെ നിർത്തി നമുക്ക് എന്ത് ചെയ്യാൻ സുഹൃത്തെ എന്നൊക്കെ ചോദിച്ച് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയാലും സംവിധായകർ തന്നെ ആയാലും ഇങ്ങനെ ചേർത്ത് കൂടെ നിർത്തി അങ്ങനെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്കിത് രണ്ടായിട്ട് തോന്നിയിട്ടില്ല. കാര്യം എല്ലാ കാര്യത്തിലും ഇടപെട്ടിട്ടുള്ളതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഒരു ഡിസിഷൻ മേക്കിങ്ങിനകത്ത് നമ്മൾ കൂടുതൽ സ്റ്റേൺ ആയിരിക്കണം. ഓക്കെ, ഇന്നത് വേണം നമ്മൾ ഡിസ്കസ് ചെയ്ത് സമയം കളഞ്ഞുകൊണ്ടിരിക്കും ചിലപ്പോൾ. അപ്പോൾ അത് ഒരു കാര്യം ചെയ്യും, ഇത് മതി എന്ന് തീരുമാനിക്കപ്പെടണം. അത് ഇവിടെ പല സമയത്തും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു കൂടുതൽ ഞാൻ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീരെ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. രണ്ടും കൂടി ഒരുമിച്ച് ചെയ്തപ്പോൾ ഒന്ന് സിനിമാറ്റോഗ്രാഫിയും ഇതിനകത്ത് തന്നെ ചെയ്തുകൊണ്ടും അതിൻ്റെ കാരണം വേറൊന്നുമല്ല. ഈ സിനിമ ഒരു 5-6 വർഷം മുമ്പ് നമ്മുടെ മനസ്സിലുണ്ടാവുകയും ഇതിൻ്റെ ഓരോ ഫ്രെയിംസും അല്ലെങ്കിൽ ഇന്നതുപോലെയൊക്കെ ആയിരിക്കണം
ഈ സമയത്ത് ഇന്നതായിരിക്കണം അവിടുത്തെ ലൈറ്റിംഗ് കണ്ടീഷൻ, ഇന്നതുപോലെ ഇരിക്കണം എന്നൊക്കെ ഈ ഷോർട്സൊക്കെ ഏകദേശം ഇതുപോലെയൊക്കെ ഇരിക്കണം എന്ന് മനസ്സിലിങ്ങനെ ആഗ്രഹമുള്ളത് കൊണ്ടൊക്കെ അതുപോലെ കിട്ടുക എന്ന് പറയുന്നത് ഇതെല്ലാം ഇപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്ത പല അസിസ്റ്റൻസും പറയാറുണ്ട്. അല്ല ഇപ്പം നമ്മുടെ സുഹൃത്തിൻ്റെ മനസ്സിലാണ് സിനിമ ഉള്ളത്, അത് എല്ലാവർക്കും മനസ്സിലാവില്ല. അപ്പം കൃത്യമായിട്ട് അത് ചെയ്താലേ കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പലർക്കും മനസ്സിലാവില്ല. ഇൻ സെൻസ് അത് ചിലപ്പോൾ ഇതുവരെ കണ്ട് ശീലിച്ചതാവില്ല, നമ്മളങ്ങനെ കുറേ കാലമായിട്ട് കൊണ്ടു കിടക്കുന്ന ചില സ്വപ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ സ്വന്തമായിട്ട് ചെയ്താലേ മനസ്സിലാകുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാനുള്ള തീരുമാനം. ഒന്ന്, പിന്നെ ബുദ്ധിമുട്ട്. ഈ പറഞ്ഞതുപോലെ ഒരു സിനിമാറ്റോഗ്രാഫർ ഡയറക്ടർ ആകുമ്പോൾ എനിക്കിപ്പോൾ തോന്നിയിട്ടില്ല, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആർട്ടിസ്റ്റിൻ്റെ എക്സ്പ്രഷൻ ചിലപ്പോൾ ചില പർട്ടിക്കുലർ സമയത്തേക്ക് വിട്ടുപോകും. കാരണം ചില ഫ്രെയിം ബാലൻസിങ് ഒക്കെ നടത്തുമ്പോൾ അവിടെ എക്സ്പ്രഷനിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ ആ പർട്ടിക്കുലർ സമയം നമ്മൾ എക്സ്പ്രഷനിൽ ഇല്ലാതെ നമ്മളൊന്ന് ഫ്രെയിമിനകത്തേക്ക് കയറി, കാര്യം ഇതൊരു ബാലൻസിങ് ആണ് പൊതുവേ. അത് എത്രത്തോളം ഏതൊക്കെ തരം, ചിലപ്പോൾ ഒരു ഇഞ്ചൊക്കെ കുറച്ചൊന്ന് അപ്പ് വന്നാൽ ആ ബാലൻസിങ് പോവും, ഒരു ഇഞ്ച് ഡൗൺ വന്നാൽ ബാലൻസിങ് പോവും, ഇച്ചിരി ലെഫ്റ്റ് പോയി പോവും, റൈറ്റ് പോയി പോവും. അപ്പോൾ ഇതൊരു കൈൻഡ് ഓഫ് അതൊരു ആർട്ടാണ്. അത് എൻ്റെ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ എനിക്കതിനോടുള്ളൊരു ക്രൈസും എനിക്കതിനോടൊരു പാഷനും ഒക്കെ ഇത്തരം ചെറിയ മൈന്യൂട്ട് സാധനങ്ങൾ മതി. പക്ഷെ അത് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷനും അതിൻ്റെ മീനിങ്ങും ചില ഗ്യാപ്പുകൾ, ആർട്ടിസ്റ്റിലുള്ള കോമ്പോസിഷനിലുള്ള ഗ്യാപ്പുകളുടെ മീനിങ്ങൊക്കെ ഒരു ഭയങ്കര രസമാണ്. നമുക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്യിപ്പിക്കാൻ ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് ഞാനിതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് ഫീൽ ചെയ്യുക എന്നുള്ളത് ഒരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് രസമുള്ള സാധനമാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ പ്ലേ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ പ്ലേയിൽ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ സംവിധാനം അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കേണ്ട കുറച്ച് സാധനങ്ങൾ അല്ല അവരുടെ എക്സ്പ്രഷൻസ് ഞാൻ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ കുഴപ്പമില്ല, കാര്യം അത് കൊണ്ടുവരിക, ഒന്ന് പ്ലേ ബാക്ക് ചെയ്യുക, കാണുക, ഓ ഫൈൻ ഇതിങ്ങനെയാണല്ലേ, അതല്ല കുറച്ചുകൂടി ഇങ്ങനെ ചെയ്യാം എന്ന് നമുക്കിപ്പോൾ പറയാം. കാര്യം പ്ലേ ബാക്കിൻ്റെ അവസ്ഥ ഉണ്ട്. മുമ്പായിരുന്നു ചിലപ്പോൾ എനിക്ക് വീണ്ടും ബുദ്ധിമുട്ടായേനെ. പക്ഷേ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ ഇങ്ങനൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീണ്ടും ഫ്രീ ആണ്.